ഓക്കെ, നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ ഒരു ആഡ് പോലത്തെ ഒരു സംഭവം, പക്ഷേ പ്രോഡക്റ്റിൻ്റെ കുറച്ച് സംഭവങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അത് നോക്കുമ്പോൾ തന്നെ ഏകദേശം നോഡും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. 3Dയിലെ നോട്ട്സും കാര്യങ്ങളും ഒരു ഐഡിയ കിട്ടും. ഞാൻ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ഞാനൊരു സ്ലൈസിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്ലൈസിൻ്റെ ഒരു ആഡിൻ്റെ ഒരു സംഭവം, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണെന്ന്. ഓക്കെ, ഞാനത് Ctrl+C അടിച്ചു. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തു, റീഡ് കൊടുത്തു, Ctrl+V അടിച്ചു, സ്ലൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം PNG ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ അകത്തൊരു PNG ഇമേജ് ഉണ്ട്, അതിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ വൈറ്റ് ഉണ്ട് അല്ലേ, ചുറ്റും വൈറ്റ് ഉണ്ട്. പക്ഷേ ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമുക്ക് എന്താണ് PNG ആണ് ഇമേജ്, എന്നിട്ട് ഇതിൻ്റെ അകത്ത് വൈറ്റ് ഉണ്ട്. അപ്പോൾ ആഫ്റ്ററിലൊന്നും നടക്കും, പക്ഷേ ഇത്ര എളുപ്പത്തിൽ നടക്കുമല്ലോ. ന്യൂക്ലിയറാണെങ്കിൽ പെട്ടെന്ന് നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നോഡെന്ന് പറഞ്ഞാൽ പ്രീമൾട്ട് എന്ന് പറയുന്ന നോഡാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് കട്ടാവും, എഡ്ജ് കട്ടാവും. നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ, പ്രീമൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ D അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് വരും. മനസ്സിലായ സംഭവം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് കട്ട് ചെയ്യാം, ആ ഒരു എഡ്ജിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന നോഡാണ് പ്രീമൾട്ട്. ഓക്കെ, PNGയിലാണ് നോർമലി, എല്ലാത്തിലും പറ്റത്തില്ല. PNG ആണെങ്കിൽ പെട്ടെന്ന് കട്ടാവും. JPEGലും ചില ഫോട്ടോസിലെ കട്ടാവും. എന്ത് കളറാണെങ്കിലും PNG കട്ടാവും. ഗ്രീൻ സ്ക്രീൻ പറ്റത്തില്ല, അത് ഗ്രീൻ തന്നെ വെച്ച് കട്ട് ചെയ്യണം. ബാക്കിയുള്ള എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എനിക്കിന്നെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ, ട്രാൻസ്ഫോം. T അടിച്ചിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ കറക്റ്റ് പിവോട്ട് പോയിന്റിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്തു. ഓക്കെ, സ്കെയിൽ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ മിഡ് പോയിന്റിൽ കൊണ്ടുവച്ചു. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അതിന് വേണ്ടിയിട്ട് റീഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. റീഫോർമാറ്റ് കൊടുക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇരിക്കുന്നത് 2048x1556. അതിനെ മാറ്റിയിട്ട് 1080 ആക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് HD 1080 ആയി. ഇനി കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ഇത് മാറി, ഇത് മൊത്തത്തിൽ മാറി, കാരണം നമ്മൾ റീഫോർമാറ്റ് ചെയ്തപ്പോൾ മൊത്തത്തിൽ മാറി. ഇനി നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയും വേണമെങ്കിൽ ഇത്രയും നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വല്പം ചെറുതാക്കിയിട്ട് ഇങ്ങനെ നിൽക്കാം. ഓക്കെ, എല്ലാം ക്ലോസ് ചെയ്ത് കളയുമ്പോൾ ഇത് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം വയ്ക്കാം. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എഫക്ട്സിലെ സോളിഡ് ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഞാൻ എൻ്റെ അകത്തൊരു കോൺസ്റ്റന്റ് വെക്കുകയാണ്, കോൺസ്റ്റന്റ് ഇമേജ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഒരു കാര്യമുണ്ടെന്ന്, നമ്മൾ ഇതിൻ്റെ അകത്ത് റീഫോർമാറ്റ് ഇട്ടു അല്ലേ. റീഫോർമാറ്റ് ഇട്ടപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാ, റീഫോർമാറ്റിൻ്റെ 1080 ആയി കഴിഞ്ഞു. റീഫോർമാറ്റിൻ്റെ വാല്യൂ ശ്രദ്ധിച്ചോണം. ഇതിനെ തന്നെ കോപ്പി ചെയ്ത് Ctrl+C Ctrl+V ഇടുക. കാരണം കോൺസ്റ്റന്റിനായിരുന്നാലും ഇനി എന്തിട്ടാലും നമ്മൾ ഇതിൻ്റെ അകത്ത് റീഫോർമാറ്റ് ഇടണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോൾ സൈസിനും പ്രൊപ്പോർഷനും എല്ലാം ചേഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് ഞാൻ ഇതിനെ 1080 തന്നെയാണ്. ഇനി ഈ കോൺസ്റ്റന്റിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ നമുക്ക് ആക്കാം. മൂവ് ചെയ്തിട്ട് കണ്ടോ, ഇങ്ങനെ കളർ മൂവ് ചെയ്തു. എന്നിട്ട് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ പിടിക്കുക, അത്രേ ഉള്ളൂ. കണ്ടോ, എന്നിട്ട് ഇനി ഇതിനെ രണ്ടിനെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മെർജ് ചെയ്യുക. M4 മെർജ്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് കോൺസ്റ്റന്റ്, ഫോർഗ്രൗണ്ടിൻ്റെ അകത്ത് ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഈ വ്യൂവറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഇവിടെ കിട്ടും. കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിനി അടുത്തത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് സ്കെയിൽ ചെയ്യുക. ചെറുതായിട്ടിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തൊക്കെ വെക്കാനുണ്ടെങ്കിൽ സ്വല്പം ചെറുതായിരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്നോട്ടെ. വേണ്ട സ്വല്പം കൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, ഇനഫ്. ഇനി എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കണം. ഓക്കെ, വളരെ എളുപ്പമാണ്. ഇത് തന്നെ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക, Ctrl+C Ctrl+V. ഓക്കെ, അതിനുശേഷം ഒരു മെർജ് വരും, M4 മെർജ്.
ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അല്ലേ. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ട്രീ ഇങ്ങനെ പോകുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഫോർഗ്രൗണ്ടിൻ്റെ അകത്ത് കുപ്പിയല്ലേ, അപ്പോൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കുപ്പിയും കൂടെ വരും കണ്ടോ, മനസ്സിലായ സംഭവം. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രാൻസ്ഫോം ഉണ്ട്, ട്രാൻസ്ഫോമിൻ്റെ അകത്ത് റൊട്ടേറ്റ് ഉണ്ട്. ഞാനിപ്പോൾ 180 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞു വരും. 190 ആയിപ്പോയി, 180 കൊടുത്തു കഴിഞ്ഞാൽ തിരിഞ്ഞു വരും. ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ, പിടികിട്ടിയാ, മൂവ് ചെയ്തിട്ട് ഒരു റിഫ്ലക്ഷനായിട്ട് നമുക്കിതിനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്താണ് കുറച്ചൊരു ട്രാൻസ്പാരൻസിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും ഭാഗം നമുക്ക് ട്രാൻസ്പാരൻ്റ് ആക്കണം എന്നുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോഡാണ് റോട്ടോ എന്ന് പറഞ്ഞ നോഡ്. ഏതാണ്, റോട്ടോ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തൊന്ന് റീനെയിം ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇവിടെ വരുള്ളൂ. റീഡ് മാറ്റിയിട്ട് ഞാൻ പറയണത് എന്താണ്, ഷാഡോ അല്ലെ റിഫ്ലക്ഷൻ. ഷാഡോ അല്ല റിഫ്ലക്ഷൻ. ഞാനിപ്പോൾ റിഫ്ലക്ഷൻ കൊടുത്തതിന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ റിഫ്ലക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഡി അടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് മാറും കണ്ടോ. D4 ഡീസെലക്ട് അല്ല, D4 എന്താണ്, ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്കൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതിനൊക്കെ വീണ്ടും അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും ഭാഗം ട്രാൻസ്പാരൻ്റ് ആവുക, അത്രയും ഭാഗം ഇതിൽ വരിക. അപ്പം കൂടുതൽ നോഡിന് വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറയുന്നത്, അനിമേഷനൊന്നും തൽക്കാലം പറയുന്നില്ല. ഞാനൊരു റോട്ടോ അടിച്ചു കഴിഞ്ഞാൽ, റോട്ടോ എന്ന് വെച്ചാൽ ROTO ആണ് റോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് O അടിക്കുക. ഓയും റോട്ടോയാണ്. റോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മളെ ഏത് ടൂളാണ്, ഫോട്ടോഷോപ്പിൽ കാണുന്ന ബെസിയർ ടൂള്, എല്ലാ ടൂൾസും ഉണ്ട്. റെക്ടാങ്കിൾ ടൂൾ അങ്ങനെയുള്ള ടൂൾസ് എല്ലാം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം കണ്ടോ, ആഡ് പോയിന്റ്സ്. ആദ്യമേ നമുക്ക് ബെസിയർ ടൂൾ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അങ്ങ് വരച്ചെടുത്താൽ മതി. അതാണ് ഏറ്റവും നമുക്ക് എളുപ്പം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. എന്താണ്, ആ ഒരു ഭാഗം അകത്ത് പോയിട്ട് മൊത്തത്തിലും കട്ടായി അല്ലേ. അപ്പോൾ എനിക്കിത് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ അകത്ത് നണ്ണ് പ്രീ മൾട്ടിപ്ലൈ RGB ആൽഫ കണ്ടോ, അത് മാത്രം കണ്ടാൽ മതി. ആ ബ്ലാക്ക് അങ്ങ് റിമൂവ് ആയി. പക്ഷേ എനിക്ക് ഈ ഭാഗം ട്രാൻസ്പാരൻ്റ് ആക്കണോ അതേ മറ്റേ ഭാഗം ട്രാൻസ്പാരൻ്റ് ആക്കണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏതാണ്, തിരിച്ചു കൊടുക്കാൻ പറ്റും. ട്രാൻസ്ഫോം, ഇതിൻ്റെ അകത്ത് പല ഇതുണ്ട്, ഷേപ്പ്, അതിൻ്റെ അത് ഇൻവേർട്ട് ചെയ്ത് കൊടുത്താൽ കണ്ടോ തിരിഞ്ഞു വരും കണ്ടോ. തിരിഞ്ഞു വന്നിട്ട് നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് റോട്ടോയിൽ പോയിട്ട് കുറച്ച് ഫെദർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കുറച്ച് ഫെദർ വരും കണ്ടോ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഭാഗത്ത് സംഭവം ഉണ്ട്, പക്ഷെ എന്താണ് സ്വല്പം ഒന്ന് ഫെദർ ആയിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ എത്രത്തോളം വേണം അത്രത്തോളം ഭാഗം നമുക്ക് എന്ത് ചെയ്യുക, ഫെദർ ചെയ്ത് വെച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ അത് ആ ഒരു ഭാഗത്തോട്ട് ലയിച്ചിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഫെദറിൻ്റെ വാല്യൂ 66 ആണ്. ഞാനൊരു 100 കൊടുത്ത് നോക്കിയാൽ 100 ആവും, 250 കൊടുത്താൽ 250 ആവും. മനസ്സിലായോ? അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഫെദർ ചെയ്യണം അത്രത്തോളം നിങ്ങൾക്ക് അതിനെ ഫെദർ ചെയ്യാം. ഇത് പതുക്കെ അങ്ങ് കൊണ്ടുവന്നാൽ മതി കണ്ടോ. അപ്പോൾ ആ ഒരു അവിടെ മാത്രം ചെറിയൊരു ഒപ്പാസിറ്റി കുറവ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. വീണ്ടും ഞാൻ ട്രാൻസ്ഫോമിൽ സെലക്ട് ചെയ്യുന്നു, ഇതിനെ മൂവ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിലേക്ക് അത് വെച്ച് കൊടുക്കുന്നു. എല്ലാം കൂടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണത്തില്ല. അപ്പോൾ റിഫ്ലക്ഷൻ സെറ്റ് ആയല്ലോ അല്ലേ. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോം എടുക്കുന്നു, നമുക്ക് സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ തൽക്കാലം. ഇനി നമ്മൾ സാധാരണ പോസ്റ്റർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്കൊരു വൈറ്റ് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ആഫ്റ്റർ എഫക്ട്സിലും ഫോട്ടോഷോപ്പിലാണ് നമ്മൾ വലിച്ചിടുകയാണ് ചെയ്യണം. ഇതിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ഇതിൽ ഞാൻ വീണ്ടും ഒരു കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കോൺസ്റ്റൻറ്റ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റൻറ്റിൻ്റെ കളറ് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയിട്ട് കളർ 1 ആക്കുക. 1 ആക്കുമ്പോൾ എന്ത് പറ്റും, വൈറ്റ് ആവും. 0 ആക്കുമ്പോൾ എന്ത് പറ്റും, ബ്ലാക്ക് ആവും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ അകത്ത് ഈ റീഫോർമാറ്റ് കോപ്പി ചെയ്യുക, Ctrl+C then Ctrl+V, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ കോൺസ്റ്റൻറ്റിൻ്റെ അകത്ത് റീഫോർമാറ്റ് ഇട്ടിട്ടൊന്ന് മെർജ് ചെയ്യുക, മെർജ്. എന്നിട്ട് നിങ്ങൾക്കിത് എവിടെയാണ് ഇടേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറയണേ എനിക്ക് ബോട്ടിലിൻ്റെ പുറകിലാണ് ഇടേണ്ടത്. ഓക്കെ, ബോട്ടിലിൻ്റെ പുറകിലാണ് ഇടേണ്ടതെന്ന് പറയുമ്പോൾ ഇത് എവിടെ പോകേണ്ടി വരും, ബോട്ടിലിൻ്റെ പുറകിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു മെർജ് ഇട്ട് കൊടുക്കാം, മെർജ് ബാക്ക്ഗ്രൗണ്ട് ദിസ് ഫോർ ഫോർഗ്രൗണ്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ
ഒരു മിനിറ്റ്. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിപ്പോ എവിടെയാ പോയത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തത്തിൽ പോയി അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റന്റിനെ ചെറുതാക്കണമെങ്കിൽ ഞാൻ ടി അടിച്ചിട്ട് കോൺസ്റ്റന്റിനെ ഞാൻ സ്വല്പം ഇങ്ങനെ ചെറുതാക്കി. കണ്ടോ, പിടികിട്ടിയോ? ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചു എനിക്ക്. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ പുറകിലാണ് എനിക്ക് പോവേണ്ടത്. മീൻസ് ആദ്യം ഇത് വരണം, ഇതിൻ്റെ ഇടയിൽ ഇത് വരണം. അപ്പോൾ നമുക്ക് ഇതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ മെർജിനെ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു മെർജ് ഇടാം. ഏതാണ്, ഈ ഒരു ഭാഗത്ത് ഒരു മെർജ് ഇടാം. മെർജ് ഇട്ടു, ഫോർഗ്രൗണ്ടിൻ്റെ അകത്ത് ഫോർഗ്രൗണ്ട്. കണ്ടോ, ഇപ്പം തിരിച്ചകത്ത് കയറിയില്ലേ. ഓക്കെ, ഇനി സെലക്ട് ചെയ്ത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കോൺസ്റ്റൻറ്റിൻ്റെ അളവ് സ്വല്പം കൂട്ടുക. ക്ലിക്ക് ചെയ്തു. ട്രാൻസ്ഫോമിൻ്റെ സ്കെയിൽ വാല്യൂ ഞാനൊരു 0.125 അല്ലേ, 0.5 കൊടുക്കുക. ഓ, ഭയങ്കരമായിട്ട് വലുതായി. സ്വല്പം ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇനഫാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, കുറച്ചും കൂടി ഫീൽ വരില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ടാബ് അടിക്കുക, ബ്ലർ കൊടുത്തു കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതങ്ങ് ബ്ലറാവും. കണ്ടോ, അപ്പം 100 ആയി. ഞാനൊരു 200 കൊടുക്കാം. 200 പോരാ, ഒരു 250 കൊടുക്കാം. 250 പോരാ, ഒരു 350 കൊടുക്കാം. ഒരു 400 കൊടുക്കാം. ഓ സോറി, 400. ഓക്കെ, ഇപ്പം നോക്കിയേ, ആ ഒരു ഫീൽ വന്നില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ, പക്കാ ഫീൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാം, വേറൊരു ഒബ്ജക്റ്റിനെയും കൂടെ നമുക്ക് പ്ലേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ട് പോവുക. ഇതിൻ്റെ അകത്ത് റീഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് സ്ലൈസ് പല ഓറഞ്ച് ഉണ്ട്. ആ ഓറഞ്ചിനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ സെയിം പ്രശ്നം ഇതിൻ്റെ അകത്ത് കാണും. കണ്ടോ, എന്താണ് ഇതിൻ്റെ അകത്തൊരു ട്രാൻസ്പാരൻസി ഉണ്ട്. എങ്ങനെ കട്ടാവും, പ്രീ മൾട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുക. പ്രീ മൾട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ ഇത് മാത്രം കിട്ടും. കൺട്രോൾ ഹോൾഡ് ചെയ്യുക, ഇവിടെ വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ട്രാൻസ്ഫോം ഇട്ട് കൊടുക്കുക. ട്രാൻസ്ഫോമിനെ സ്വല്പം ഞാൻ ചെറുതാക്കുന്നു. കണ്ടോ, ട്രാൻസ്ഫോം ചെറുതാക്കിയിട്ട് അടുത്ത മെർജ്, വീണ്ടും ഒരു മെർജ് ഇടുക. ഇത് ഫോർഗ്രൗണ്ടിലും ഇത് ബാക്ക്ഗ്രൗണ്ടിലും. വീണ്ടും വ്യൂവറിനെ ഡിസ്കണക്ട് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഓറഞ്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിന് ട്രാൻസ്ഫോം വെച്ചിട്ട് അതിനെ മൂവ് ചെയ്തിട്ട്, സോറി, ഓറഞ്ചിൻ്റെ ട്രാൻസ്ഫോമേ. ഓക്കെ, അതിനെ മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് പ്ലേസ് ചെയ്യേണ്ട ആ ഏരിയയിലോട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുക. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സ്കെയിൽ ചെയ്യുന്നു. റൊട്ടേഷൻ വല്ല റൊട്ടേറ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, എന്നിട്ട് എന്തെങ്കിലും ബ്ലർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലറും കൂടെ കൊടുക്കുക. BLUR, ബ്ലർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സ്വല്പം ഒന്ന് ബ്ലർ ചെയ്തേ. എന്നിട്ട് ഇത് കണ്ടോ, ഇതിനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ഞാൻ സെലക്ട് ചെയ്ത് Ctrl+C, Ctrl+V, എന്നിട്ട് ഇവിടെ വീണ്ടും ഒരു മെർജ് കൊടുക്കുക. ഈ മെർജ് ചെയ്തിട്ട് ഇതിനെ ഇതിലോട്ടും കണക്ട് ചെയ്യുക. സംഭവം കഴിഞ്ഞു, വലിച്ചത് ഇവിടെ കൊണ്ടുവയ്ക്കുക. കണ്ടോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ട്രാൻസ്ഫോം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത്, സോറി, ഇതിനല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് റൊട്ടേഷൻ വരും. ആ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ട്രാൻസ്ഫോം എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് വിടുക. ഉണ്ടോ, തിരിച്ച് ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് വിടുക. സോറി, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഓവറിലെല്ലാം ഓഫായിട്ട് നമ്മുടെ ആ ഒരു സംഭവം നമുക്ക് കിട്ടും. പിടികിട്ടിയ സംഭവം. അപ്പോൾ ഇത് പോസ്റ്ററിനാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ഫോട്ടോഷോപ്പ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ലേയേഴ്സ് ഇത്രയും കൂടുതൽ വരും. പക്ഷേ നമുക്ക് എന്ത് എഡിറ്റ് ചെയ്യണമെന്നെങ്കിലും പടാന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലർ വേണ്ട, നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്ലോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്തൊരു ഗ്ലോ ആഡ് ചെയ്യാം. GLOW എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗ്ലോ. കണ്ടോ, ഇത് തന്നെ എനിക്ക് കോപ്പി ചെയ്തിട്ട് Ctrl+C അടിച്ചിട്ട് എനിക്ക് അടുത്ത വേറെ എവിടെ നിങ്ങൾക്ക് ഗ്ലോ ഇടണം അവിടെ ഗ്ലോ കൊണ്ട് ഇട്ട് കൊടുക്കാം. Ctrl+V. കണ്ടോ, ഇപ്പോൾ പരിപാടി എളുപ്പത്തിൽ നടക്കും. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ താഴെ ഇമ്പോർട്ട് ചെയ്യുക. ഫോട്ടോഷോപ്പിലാണെങ്കിൽ നമ്മൾ മുകളിലാണ്, മുകളിലത്തെ ലെയറാണ് കാണുന്നത്. ഇത് അങ്ങനെയല്ല, വ്യൂവർ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ താഴത്തെ ലെയറാണ് കാണുന്നത്. വീണ്ടും റീഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പ്ലാഷ് പോലത്തെ ഒരു സംഭവം കൂടെ നമുക്കിപ്പോൾ തൽക്കാലം വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനൊരു ഫോൾഡറിനകത്ത് കയറിയിട്ടെ, പിക്സൽസ് 710. ഓക്കെ, റീഡ് ചെയ്യുക 710. ഓക്കെ, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിലും സെയിം
സംഭവം ഉണ്ടല്ലേ, ബ്ലാക്ക് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇത് പ്രീമിൾട്ട് കൊടുത്ത് നോക്കാം, കട്ടാവോ നോക്കാമല്ലോ. കട്ടായോ? ഇല്ല, മൊത്തവും പോയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ മെർജ് ഇടുക, ഇതിനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇടുക, ഇതിനെ ഫോർഗ്രൗണ്ടിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ഇതിനെ കണക്ട് ചെയ്തു. കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്നോളും. ഓവറിൽ തന്നെ ഇരിക്കണം, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പിന്നെ എന്ത് ചെയ്യുക, ഇത്രയും സാധനങ്ങൾ കോപ്പി ചെയ്യണ്ടേ, ട്രാൻസ്ഫോം കോപ്പി ചെയ്യുക, Ctrl+C ദെൻ Ctrl+V. കണ്ടോ, ട്രാൻസ്ഫോം കോപ്പി ചെയ്യുമ്പം ഇതാണ് വന്നത്. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യേണ്ട ഏതാ, ഫോർമാറ്റാണ് കോപ്പി ചെയ്യേണ്ടത്. ഏതിൻ്റെ ഫോർമാറ്റ്, റീഫോർമാറ്റ്. Ctrl+C ദെൻ ഇവിടെ വന്നിട്ട് Ctrl+V. കണ്ടോ, അപ്പോൾ ഫോർമാറ്റ് കറക്റ്റായി, ഫോർമാറ്റിൻ്റെ അകത്ത് കറക്റ്റായി. പിന്നെ ഒരു ട്രാൻസ്ഫോം ഇടുക. ട്രാൻസ്ഫോം ഇടുമ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരണുണ്ട്. കണ്ടോ, ട്രാൻസ്ഫോം ഇടുമ്പോൾ ബ്ലാക്ക് വരണുണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഓവർ മാറ്റിയിട്ട് ഫോട്ടോഷോപ്പിലെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഇല്ലേ, പ്ലസ് ആക്കി കൊടുത്താൽ മതി. ഫോട്ടോഷോപ്പിൽ നമ്മൾ അങ്ങനെയല്ലേ ആഡ് മറ്റേ ഈ ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതുപോലെ ആക്കി കൊടുക്കുക. ട്രാൻസ്ഫോമിനെ നമ്മൾ സ്വല്പം കൂടെ ഒന്ന് സ്കെയിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട്, ഇത്രയും നമ്മളതിലുണ്ട്, മെർജ് ചെയ്തിട്ട്, ഞാൻ നേരത്തെ മെർജ് ചെയ്തല്ലോ ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇതിൻ്റെയും പുറകിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി മെർജ് ചെയ്തിട്ട് കൊടുക്കുക. ഫുൾ സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുന്നു. ഓക്കെ, എന്നിട്ട് ഒരു മെർജ് ആഡ് ചെയ്യുക. മെർജ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇതിനെ ബാക്ക്ഗ്രൗണ്ട് ആയി കൊടുക്കുക. ഓക്കെ, ഇത് ഫോർഗ്രൗണ്ട്, ഇത് ബാക്ക്ഗ്രൗണ്ടും അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഫോർഗ്രൗണ്ട്, ഇത് ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് നമ്മൾ ഈ വ്യൂവറിലെ ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഈ ഒരു മോൾ ഭാഗത്ത്, കണ്ടോ. കാരണം എന്താണ്, ഇത് ഓവറാണ്. നമ്മൾ ആ മറ്റേ മെർജ് അല്ല ഇട്ടത്. സെലക്ട് ചെയ്യുക, ഓവർ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പ്ലസ് ഇട്ട് കൊടുക്കുക. സംഭവം കഴിഞ്ഞല്ലോ. ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. നമുക്ക് എവിടെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് അത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മിഡിലാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഇട്ട് കൊടുക്കാം. സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു ഗ്ലോ, ഇനിയിപ്പോൾ ഈ ഒരു സ്ലൈസിൻ്റെ ബോട്ടിലിന് എനിക്ക് ഗ്ലോ വേണമെങ്കിൽ ഈസിയാണ്. സ്ലൈസിൻ്റെ ബോട്ടിലോട്ട് പോവുക, ട്രാൻസ്ഫോം കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്ലോ ഇട്ട് കൊടുക്കുക. ഗ്ലോ ഉണ്ടോ, സ്ലൈസിൻ്റെ ബോട്ടിൽ മാത്രം ഗ്ലോ ചെയ്തൊരു ഫീല് കിട്ടും. അപ്പോൾ ഗ്ലോ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്ലോയുടെ സൈസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഇതാ ഉണ്ടോ, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഗ്ലോ. ഇത്രയും വേണ്ട, 0.8 എന്നൊരു ചെറിയ രീതിയിലുള്ള ഇത് കൊടുത്താൽ മതി. 0.5 ചെറിയൊരു സംഭവം കൊടുത്താൽ മതി. ഇത്രയും നിങ്ങൾ കണക്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു എന്നാണ് അർത്ഥം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിനെ ഫുള്ളും ഞാൻ എടുത്ത് കളയും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് 3D ആക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോയിട്ട് അനിമേറ്റ് ചെയ്യുന്നൊരു ഫീലിൽ സംഭവം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇത്രയും നോഡ് നിങ്ങൾ നോക്കണ്ട, ഇത് ഭയങ്കര സിമ്പിളാണ്. മീൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റും. എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതിപ്പോൾ കറക്റ്റ് ഒരു ഫോട്ടോഷോപ്പിൽ ഒരു പോസ്റ്റർ ചെയ്ത് ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ അനിമേഷൻ ചെയ്യാം. മനസ്സിലായി? ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്തുള്ള സംഭവങ്ങളുടെ ഈ ഓറഞ്ചിനെയൊക്കെ നമുക്ക് അനിമേറ്റ് ചെയ്യാം. ഇപ്പോൾ സാധാരണ നോർമൽ അനിമേഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് റൊട്ടേഷനെ കൊണ്ട് ഇതിനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം. എന്താ ഇങ്ങനെ കണ്ടോ, ഞാൻ റൊട്ടേഷൻ ഇട്ട് കാണിച്ചു തരാം. ഇവിടെ സെലക്ട് ചെയ്തിട്ട് റൊട്ടേഷൻ സെറ്റ് കീ ഇട്ടു, സ്വല്പം ഒന്ന് മൂവ് ചെയ്തിട്ട് റൊട്ടേഷൻ തിരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വന്നു. പിന്നെ അടുത്തൊരു കുറച്ച് ഫ്രെയിമിൽ റൊട്ടേഷൻ തിരിച്ചു ഇറങ്ങി. ഓക്കെ, ഇതൊക്കെ ഇതിലിടാം, പ്രശ്നമില്ല. -170 ഞാൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റൊട്ടേഷനൊക്കെ നമുക്ക് ഇതിൽ തന്നെ അനിമേറ്റ് ചെയ്യാം. കണ്ടോ, പിടിയിട്ടേ ഇതിൻ്റെ റൊട്ടേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അനിമേറ്റ് ചെയ്ത് വിടാം. അതേപോലെ സ്പ്ലാഷ് നമുക്ക് അനിമേറ്റ് ചെയ്യാം. സ്പ്ലാഷ് എവിടെയാണ് ഇരിക്കുന്നത്, ആ ഒരു സ്പ്ലാഷിൻ്റെ ട്രാൻസ്ഫോം എടുത്തിട്ട് നമുക്ക് അനിമേറ്റ് ചെയ്ത് വിടാം. സ്പ്ലാഷ് എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ട്രാൻസ്ലേഷനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അതിനെ അനിമേറ്റ് ചെയ്യാം. ഇതെവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് കീ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പ്ലാഷിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് അനിമേറ്റ് ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ,
അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അനിമേറ്റ് ചെയ്യാം. ഇത് ബേസിക് അനിമേഷനാണ്. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനിമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3D തന്നെ പോകണം. 3D പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ പാൻ ചെയ്ത് അകത്തോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നോഡ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള റീഫോർമാറ്റ്, പ്രീമൾട്ട്, ട്രാൻസ്ഫോം, വേറെ ഒന്നുമില്ല. പ്രീമൾട്ട് PNG കട്ട് ചെയ്യാൻ, പിന്നെ റോട്ടോ ഇട്ടത് മനസ്സിലായോ? റോട്ടോ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസ്പാരൻസി പിടിക്കാനും, വേറെ എല്ലാം നമ്മൾ പ്ലേസ്മെൻറ്റ്, വേറെ ഒന്നുമില്ല. പ്ലേസ്മെൻറ്റ് ഇടുക. അഥവാ എന്തെങ്കിലും കട്ടായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെർജിൻ്റെ അകത്ത് പോവുക, ഓപ്പറേഷൻസിൻ്റെ അകത്ത് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് കളയുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ആഡ് എടുത്തിട്ട്, നിങ്ങൾ ഫോട്ടോഷോപ്പ് സാധാരണ ചെയ്യുമല്ലോ ആഡ്, അതുപോലെ ഒരു ന്യൂക്കിൽ ഇതേപോലത്തെ ഒരു ആഡ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണ് ന്യൂക്ക് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ പിടികിട്ടത്തില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പക്കായി, പിന്നെ നമുക്ക് ബാക്കിയെല്ലാം പറവറാൻ ചെയ്ത് പോവാം. പിടികിട്ടിയ ഇന്നലെ ഞാൻ ഇതേ കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ഞാൻ 3Dയും കൂടെ ആക്കി കാണിച്ചു കൊടുത്തു. 3D നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇല്ല, എല്ലാം കൂടെ കൺഫ്യൂഷനായി. ഇപ്പോൾ ഇത്രയും പിടികിട്ടി എന്താണ് സംഭവം? ഒന്നിൻ്റെ മുകളിൽ വയ്ക്കുന്നതിന് ഇപ്പോൾ മുകളിൽ വെച്ചു, ഒന്നിൻ്റെ താഴെ വെച്ചു, കോൺസ്റ്റന്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുത്തു, ബാക്കിയെല്ലാ സംഭവങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവച്ച് കൊടുത്തു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന് മാത്രം ഈ ഒരു റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്തു, ഒരു റോട്ടോ ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ വരാത്തവരൊക്കെ വരും. അപ്പോൾ വീണ്ടും അവരിങ്ങനെ കിളി പറന്നിരിക്കും. ലാപ്പ് ചെയ്യ്, അതാണ് നല്ലത്. ഇപ്പം തന്നെ ലാപ്പ് ചെയ്യ്. അഖിലിൻ്റെ വീട്ടിൽ സിസ്റ്റം ഉണ്ടോ? അഖിലേ ഉണ്ടോ? ശരി. അഖിലും ചെയ്ത് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണിക്കാം സ്നാപ്ഷോട്ട്, അല്ലെങ്കിൽ ന്യൂക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ മതി. ഇത് എങ്ങനെ ഔട്ട് എടുക്കുമെന്നറിയാവോ? അതുകൊണ്ട് കാണിച്ചു തരാം. എന്താ, എല്ലാം അവസാനമാണ്. അവസാനം റൈറ്റ് എന്ന് പറഞ്ഞൊരു നോഡുണ്ട്. കണ്ടോ? റൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതുണ്ടോ ഫയൽ. നിങ്ങൾക്ക് എങ്ങോട്ടാണ് ഫയൽ ബ്രൗസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആ ഭാഗത്തോട്ട് കൊണ്ടുപോയിട്ട്, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഡെസ്ക്ടോപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു സ്ലൈസ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്താണ് വേണ്ടെങ്കിൽ Ctrl+C അടിക്കുക. സ്ലൈസിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു, Ctrl+V, ഒന്ന് / അടിക്കുക. അപ്പോൾ എന്ത് പറ്റും? സ്ലൈസിൻ്റെ അകത്ത് കയറും. എന്നിട്ട് ന്യൂക്ക് .png, എനിക്ക് PNG കണ്ടാൽ മതി, PNG അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് റെൻഡർ ചെയ്യുക. ഒറ്റ ക്ലിക്ക്, റെൻഡർ, ഇൻപുട്ട്, ഓക്കെ, കഴിഞ്ഞു. ഒരു ഫ്രെയിം റെൻഡറായി. അപ്പോൾ സ്ലൈസിൻ്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് റെൻഡറായി. ന്യൂക്ക് എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ അകത്ത് റെൻഡറായി കാണും. ഇതടങ്ങുന്നു ന്യൂക്ക്. അപ്പോൾ ഇതുപോലെ എനിക്കൊരു PNG ഇമേജ് നിങ്ങൾ കാണിച്ചു തന്നാൽ മതി കേട്ടോ. മനസ്സിലായി? ഞാൻ വേറെ ടൈറ്റിലെ വേറൊരു കാര്യമൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇവിടെ പ്ലേസ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് മറ്റേതിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്, ഇതിൽ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ബുദ്ധിമുട്ടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇത് പറ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. മറ്റേതിനെക്കാട്ടി കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങളെല്ലാം കേട്ടോ. ഇതേപോലെ ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പം ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇത്ര നോഡുള്ള കാര്യം നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത് ചെയ്ത് വരുമ്പോൾ റെഡി ആയിക്കോളും. കാണാതെ പഠിക്കുകയും ചെയ്യരുത്. നോഡ് മാത്രമേ കാണാതെ പഠിക്കുള്ളൂ. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡ്രാഗ് ചെയ്താൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രാഗ് ചെയ്തോണം.